ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കറി പോലും ആവശ്യമില്ല. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈദയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. മൈദയ്ക്ക് പകരം ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് മാവ് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് തിളച്ചതല്ല, എന്നാലും ഒരുവിധം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പൊള്ളുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മാവ് വീണ്ടും നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് ചേർത്താൽ തന്നെ നമുക്കത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ ഓയിലും ബാറ്ററിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചീകി എടുത്തിട്ടുള്ള ക്യാരറ്റും കേബേജും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള ക്യാരറ്റും കേബേജൊക്കെ എടുക്കുക. ഇനി ഇതിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഫില്ലിങ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ള കടലയും ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് അല്ല, അതിൻ്റെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ കടലയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ചതച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കടലയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കുകയും കൂടെ ചെയ്യുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്സ് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ എത്ര വലുപ്പത്തിലാണോ മാവ് എടുക്കുക അതുപോലെ എടുത്തിട്ട് ലേശം പൊടി ഇട്ട് കൊടുക്കുക, മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണം കേട്ടോ നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടാറിയ ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന റൗണ്ടിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ചുറ്റിലായിട്ട് നമ്മൾ കയ്യിലേക്ക് ലേശം വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ വേറൊന്ന് പരത്തിയത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ്. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ വിരലിൻ്റെ തുമ്പിൽ വെള്ളമാക്കി കൊടുത്തിട്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇനി പരത്തിയെടുത്ത വേറൊന്നും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാത്രമോ മൂടിയോ അടപ്പോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത്
കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ കളയൊന്നുമില്ല കേട്ടോ. വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് എല്ലാതും കൂടെ ഒന്ന് കുഴച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കാം കേട്ടോ ചെയ്യാം. ഇപ്പോൾ ഇതാ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാം. ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാൻ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ അങ്ങോട്ട് ചുട്ടെടുക്കാം. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാ സൈഡും നല്ല പോലെ മൊരിഞ്ഞ് വരണം. കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കറി പോലെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ. അതാ ഇതിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റുക. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ചൂടാറി കഴിഞ്ഞാലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ അടക്കം കൊടുത്തയക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.